നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെസ്റ്റ് ഇൻഡീസും പാപ്പുവ ന്യൂ ഗിനിയും തമ്മിലുള്ള T20 വേൾഡ് കപ്പിലെ പ്രൊവിഡൻസിൽ നടക്കുന്ന രണ്ടാമത്തെ മാച്ചിനെ പറ്റിയാണ്. എല്ലാവർക്കും അറിയാം വെസ്റ്റ് ഇൻഡീസ് എന്ന ടീം പാപ്പുവ ന്യൂ ഗിനിയുമായിട്ട് എന്തോരം ഡോമിനൻ്റ് ആണ് എന്ന്. അത് വളരെയധികം, അതായത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ഒരു ആനയും ഒരു ആടും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു അവസ്ഥ പോലെയാണ്. നമുക്കറിയാമല്ലോ, ആന എന്തായാലും ഒറ്റ ചവിട്ടിന് കൊല്ലും, അല്ലെങ്കിൽ ആട് ജയിക്കണമെങ്കിൽ ആടെന്തെങ്കിലും ട്രിക്ക് കാണിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭാഗ്യത്തിനോ ആനയ്ക്ക് തലയിറക്കം വന്ന് ചാവുക, അങ്ങനെ എന്തെങ്കിലും മാത്രമേ ഒരിക്കലും ആടിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട്, ആടിൻ്റെ കഴിവ് കൊണ്ട് ജയിക്കാൻ സാധ്യത കുറവാണ് ഇവിടെ. അതായത് പാപ്പുവ ന്യൂ ഗിനിയുടെ അഥവാ പാപ്പുവ ന്യൂ ഗിനിയെ ജയിക്കുകയാണെങ്കിൽ അതൊരിക്കലും അവരുടെ കഴിവുകൊണ്ടായിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. വെസ്റ്റ് ഇൻഡീസിൻ്റെ കഴിവുകേട് കൊണ്ടായിരിക്കാം തോറ്റാൽ അങ്ങനെ സംഭവിക്കൊക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പിച്ച് റിപ്പോർട്ടിലേക്ക് നോക്കാം. പിച്ച് റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഈ മാച്ച് നടക്കുന്നത് ഓൾറെഡി പറഞ്ഞല്ലോ പ്രൊവിഡൻസിലാണ്. സോ അവിടുത്തെ പിച്ച് റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഒരു ബോളിംഗ് അനുകൂല പിച്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടുത്തെ ആവറേജ് സ്കോർ 164 എന്തോ ആണ്. സോ നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ T20 വേൾഡ് കപ്പിൽ ആവറേജ് സ്കോർ 164 എന്നൊക്കെ പറഞ്ഞാൽ ഒരു ബോളിംഗ് അനുകൂല പിച്ചായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. കാരണം ഇപ്പോഴത്തെ സ്കോറുകളൊക്കെ വളരെ എന്താ പറയുക 200-250 മേലിലാണ് കയറുന്നത്. അപ്പോൾ 167 ആവറേജ് സ്കോർ. സോ നമുക്ക് എന്താ പറയുക വെസ്റ്റ് ഇൻഡീസിൻ്റെ ടീമിലേക്ക് നമുക്ക് നോക്കാം. വെസ്റ്റ് ഇൻഡീസിൻ്റെ നമുക്ക് കഴിഞ്ഞ വാമപ്പ് മാച്ചിൽ കണ്ടു, ഓസ്ട്രേലിയക്കെതിരെ 256-57 സംതിങ് റൺസ് എടുത്ത് വളരെയധികം, അതായത് വളരെ ഫോമിൽ നിൽക്കുന്ന ടീമാണ് വെസ്റ്റ് ഇൻഡീസ്. സോ വെസ്റ്റ് ഇൻഡീസിൻ്റെ ചാൾസും കിങ്ങും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ആ സീരീസിൽ എന്താ പറയുക വളരെ നല്ലൊരു ഇതാണുള്ളത്, എന്താ റെക്കോർഡ്സ് ആണ് ഉള്ളത്. അതായത് ഇവർ തുടർച്ചയായ ഫോമിലാണ്. ലാസ്റ്റ് 5 മാച്ചസ് നോക്കിയാൽ പോലും ആദ്യത്തെ 4 കളി അടുപ്പിച്ചവർ ജയിച്ചിട്ടാണ് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. സോ വെസ്റ്റ് ഇൻഡീസിൻ്റെ പ്രോബബിളി 11 ജോൺസ് ചാൾസ്, ബ്രാൻഡൻ ഹിങ്ങൻ, നിക്കോളസ് പൂർണ്ണായിരിക്കാം, റോമാൻ പവൽ അദ്ദേഹമാണ് ക്യാപ്റ്റൻ, ഷിംറ ഹിറ്റ്മെയർ, റുദർഫോർഡ്, റസൽ, അക്കീൽ ഹുസൈൻ, അൽസാരി ജോസഫ്, ഷമർ ജോസഫ്, ഗുഡഗേഷ് മോട്ടെ. സോ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു ബാറ്റിങ്ങിൻ്റെ, അതായത് പവർ ഹിറ്റേഴ്സിൻ്റെ ഒരു ഫുൾ നിര തന്നെയാണ് കാണുന്നത്. നമുക്ക് ഈ അക്കീൽ ഹുസൈൻ വരെ നമുക്ക് വളരെ വളരെ മികച്ച ഒരു പവർ ഹിറ്റേഴ്സ്, അല്ലെങ്കിൽ ഈ ഒരു എട്ടാമത്തെ ബാറ്റ്സ്മാൻ വരെ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്ന ഒരു ആൾക്കാരാണ്. ഇപ്പോൾ നമ്മൾ തിരിച്ച് പാപ്പുവ ന്യൂ ഗിനിയിലേക്ക് നോക്കുകയാണെങ്കിൽ യൂറ എന്ന് പറഞ്ഞ ആളാണ് ഏറ്റവും കൂടുതൽ റൺ സ്കോർ, അതായത് പാപ്പുവ ന്യൂ ഗിനിയുടെ ഒരു ഹൈ സ്കോർ ഏറ്റവും കൂടുതൽ സ്കോർ എടുത്തേക്കുന്നത് യൂറ എന്ന ആളാണ്. പാപ്പുവ ന്യൂ ഗിനി 2021 വേൾഡ് കപ്പിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം സോ ആ ഒരു സെയിം അതിൽ കളിച്ച് ഇപ്പം ടീമിലുള്ള 10 പേരും ആ ഒരു 2021 വേൾഡ് കപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാരാണ്. സോ അവർക്ക് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ നമ്മൾ എന്താ പറയുക 2024 നിക്കോളസ് പൂറൻ ആണ് ഏറ്റവും കൂടുതൽ സിക്സസ് അടിച്ചേക്കുന്നത് T20 വേൾഡ് കപ്പിൽ, T20 ക്രിക്കറ്റിൽ മൊത്തത്തിൽ. പിന്നെ സ്ട്രൈക്ക് റേറ്റ്, റസലിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 207.89 T20. അതാണ് ഇതുവരെയുള്ള ഏറ്റവും വലിയ ബാറ്റ്സ്മാൻമാരിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള വ്യക്തി റസലാണ് വേൾഡ് T20 ക്രിക്കറ്റിൽ, അതായത് ഈ വർഷം 2024. അപ്പം എന്തുകൊണ്ടും ഭയങ്കര ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ടീമാണ് എന്താണ് വെസ്റ്റ് ഇൻഡീസ്. സോ ഏറ്റവും കൂടുതൽ സാധ്യത വെസ്റ്റ് ഇൻഡീസ് ജയിക്കാൻ. പിന്നെ നമ്മൾ അത് ഡ്രീം 11 ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. നിക്കോളസ് പൂറിനെ ഇടണം എന്തായാലും. പിന്നെ ടോണി യൂറ PNGയിലെ പാപ്പുവ ന്യൂ ഗിനിയിലെ പ്ലെയറാണ്. പിന്നെ ചാൾസ് അമിനി, അദ്ദേഹം വളരെ മികച്ചൊരു ബോളറാണ്. അപ്പോൾ ഇവിടെ വേറെ കാര്യം നോക്കിയപ്പോൾ ഇവിടെ സ്പിന്നേഴ്സിന് കുറച്ച് തുണയ്ക്കുന്ന ഒരു പിച്ചായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സ്പിന്നേഴ്സിന് അത്യാവശ്യം നല്ല ടേണൊക്കെ കിട്ടുന്ന ഒരു ഇതാണ്. അപ്പം നിങ്ങൾ അഥവാ ഡ്രീം 11 ടീമോ എന്തെങ്കിലും ടീമൊക്കെ ഇടുകയാണെങ്കിൽ സ്പിന്നേഴ്സിനെ കുറച്ച് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക പാപ്പുവ ന്യൂ ഗിനിയുടെ. ഓക്കെ, പ്രത്യേകിച്ച് ചാൾസ് അമിനി. സോ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഇന്നത്തെ മാച്ചിൽ വെസ്റ്റ് ഇൻഡീസ് PNGക്കെതിരെ നല്ലൊരു മാർജിനിൽ ജയിക്കും. വെസ്റ്റ് ഇൻഡീസ് ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ അവരൊരു 200 മേളിൽ റൺ സ്കോർ ചെയ്യും. സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിൽ PNG എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു 140 താഴെ അവർ ഓൾ ഔട്ട് ആക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. സോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.